APKS ഓർഗാനിക്സ് വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമായ കൊക്കോമാക്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിനുശേഷം എന്റെ മരങ്ങളിലെ തേങ്ങയുടെ കായ്കൾ രൂപപ്പെടുന്നതിന്റെ നിരക്കും വലുപ്പവും ഗണ്യമായി വർദ്ധിച്ചു. തൽഫലമായി വിളവെടുത്ത തേങ്ങയുടെ വലുപ്പവും ഭാരവും ഇപ്പോൾ വർദ്ധിച്ചു. ശുപാർശ ചെയ്യുന്ന അളവിൽ പ്രതിമാസം ഉൽപ്പന്നം പ്രയോഗിക്കുന്നതിലൂടെ മരങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിലും വിളവിലും ഗണ്യമായ പുരോഗതി ഞാൻ നിരീക്ഷിച്ചു. തഞ്ചാവൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിലാർ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പേര് ഗോവിന്ദരാജലു. ഞാൻ വിരമിച്ച ബ്ലോക്ക് ലെവൽ കൃഷി ഓഫീസറാണ്. നിലവിൽ ഞാൻ തെങ്ങ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്റെ തോട്ടത്തിലെ ഓരോ മരവും ഞാൻ വ്യക്തിപരമായി തിരഞ്ഞെടുത്ത് വളർത്തിയതാണ്. ഞാൻ ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് ഒരു തൈയും വാങ്ങിയിട്ടില്ല. മാതൃവൃക്ഷങ്ങൾ, വിത്ത് സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിർണായക മാനദണ്ഡങ്ങളിൽ ഞാൻ ശ്രദ്ധ ചെലുത്തി. പ്രത്യേകിച്ച് ചട്ടിയുടെ ആകൃതിയിലുള്ള മരങ്ങൾ, നന്നായി ഘടനാപരമായ ഇലക്രമീകരണം, മികച്ച കായ ഗുണനിലവാരം എന്നിവ പ്രദർശിപ്പിക്കുന്ന മരങ്ങൾ. നടീലിനായി ഞാൻ തൈകൾ ശേഖരിച്ചത് അത്തരം മരങ്ങളിൽ നിന്നാണ്. 3 അടി ആഴത്തിൽ നടീൽ കുഴികൾ തയ്യാറാക്കി സുട്ടുപിടി റിംഗ് ഇറിഗേഷൻ രീതി ഉപയോഗിച്ച് ഞാൻ മരങ്ങൾ പരിപാലിക്കുന്നു. 7 മുതൽ 10 ദിവസത്തിലൊരിക്കൽ അവയ്ക്ക് വെള്ളം നനയ്ക്കുന്നു. തുടക്കത്തിൽ ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചു. എന്നിരുന്നാലും അവയുടെ പ്രയോഗം തുടർച്ചയായി പരിപാലിക്കുന്നില്ലെങ്കിൽ വിളവ് കുറയുമെന്ന് ഞാൻ നിരീക്ഷിച്ചു. തൽഫലമായി ഇപ്പോൾ ഞാൻ 45 മുതൽ 60 ദിവസത്തിലൊരിക്കൽ പ്രയോഗിക്കുന്ന ചാണക വളം മാത്രം ഉപയോഗിക്കുന്നതിലേക്ക് മാറി. കൊക്കോമാക്സിനെക്കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയുമാണ്. അത് കണ്ടയുടനെ ഞാൻ ഒരു ഓർഡർ നൽകി, ഉൽപ്പന്നം വാങ്ങി അത് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രാരംഭഘട്ടത്തിൽ ഫലങ്ങൾ അല്പം മിതമായിരുന്നെങ്കിലും തുടർച്ചയായ പ്രയോഗത്തിനു ശേഷം ഒരു വ്യതിരിക്തവും പോസിറ്റീവുമായ പരിവർത്തനം ഞാൻ ശ്രദ്ധിച്ചു. നിലവിൽ ഞാൻ ഓരോ മരത്തിനും പ്രതിമാസം 50 മില്ലി കൊക്കോമാക്സിനെ പ്രയോഗിക്കുന്നു. ആദ്യം ഞാൻ 100 മില്ലി അളവ് ഉപയോഗിച്ചിരുന്നു. പക്ഷേ പിന്നീട് 50 മില്ലി 2 വിഭജിത ഡോസുകളായി ഇത് പ്രയോഗിക്കാൻ ഞാൻ എന്റെ ഉപയോഗം ക്രമീകരിച്ചു. ഏകദേശം 5 വർഷമായി ഞാൻ ഈ ഉൽപ്പന്നം തുടർച്ചയായി ഉപയോഗിക്കുന്നു. മുമ്പ് എന്റെ തെങ്ങുകൾ ഇളം കായ്കൾ അകാലത്തിൽ പൊഴിയുന്നതും പാകമാകാത്ത കായ്കൾ പോലുള്ള കാര്യമായ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു. മരങ്ങൾ ആരോഗ്യത്തോടെ വളരുന്നു. തൽഫലമായി വലിപ്പത്തിലും ഭാരത്തിലും വലുതായ തേങ്ങകൾ ഞാൻ ഇപ്പോൾ വിളവെടുക്കുന്നു. താഴേക്ക് തൂങ്ങുന്ന ഇലകൾ ഉള്ളതിനേക്കാൾ ചട്ടിയുടെ ആകൃതിയിലുള്ള മരങ്ങളിൽ നിന്ന് മാത്രമേ സമൃദ്ധമായ വിളവ് ലഭിക്കൂ. തൽഫലമായി മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പ്രത്യേക സവിശേഷതകൾക്ക് ഞാൻ മുൻഗണന നൽകുന്നു. ഇളം കായ്കളും പാകമാകാത്ത ബട്ടണുകളും പൊഴിയുന്നത് കുറച്ചു. കായ്കൾ നിലനിർത്തുന്നത് വർദ്ധിച്ചു. തേങ്ങയുടെ വലുപ്പം വലുതായി. വിളവെടുത്ത കായ്കളുടെ ഭാരം വർദ്ധിച്ചു. മരങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെട്ടു. പതിവ് പ്രതിമാസ അറ്റകുറ്റപ്പണികളിലൂടെ സ്ഥിരമായ വിളവ് ലഭിച്ചു. ഏകദേശം 35 മരങ്ങളിൽ നിന്ന് 85,000 രൂപ മുതൽ 90,000 രൂപ വരെ മൊത്തം വരുമാനം ലഭിക്കുന്നു. ശരാശരി ഓരോ മരത്തിനും 600 മുതൽ 700 രൂപ വരെ വരുമാനം ലഭിക്കുന്നു.